നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയും സംഘർഷങ്ങളും വൻതോതിൽ കൂടുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് രഹസ്യ സന്ദേശം കൈമാറാൻ വഴിത്തിരിഞ്ഞ ഇറാൻ. നേരിട്ടുള്ള ആശയവിനിമയം അസാധ്യമായ സാഹചര്യത്തിൽ പാകിസ്ഥാനെ ഇടനിലക്കാരാക്കി അമേരിക്കയ്ക്ക് സന്ദേശം അയക്കാനാണ് ഇറാന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി ഇറാന്റെ ആഭ്യന്തരമന്ത്രിയും പാകിസ്ഥാൻ സൈനിക മേധാവിയും തമ്മിൽ ഈ റാവൽപിണ്ടിയിൽ അടിയന്തരമായിട്ടുള്ള ഉന്നതതല കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം നടത്തി. ഉന്നതതല ചർച്ചയ്ക്കിടെ ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിൽ നിന്നുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള സന്ദേശം ഇറാൻ പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീറിന് കൈമാറിയതായാണ് പാക് സുരക്ഷാ വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത്. പാകിസ്ഥാൻ സുരക്ഷാ വൃത്തങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് ഇറാനിയൻ ആഭ്യന്തരമന്ത്രി എസ്കാനന്ദ് മൊമേനി പാകിസ്ഥാന്റെ ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചാണ് അസീം മുനീറിനുമായി നിർണായക ചർച്ച നടത്തിയത്. 50 മിനിറ്റോളം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. ഖമേനിയുടെ സന്ദേശം കൈമാറി പരമോന്നത നേതാവ് മുജ്തബ ഖമനയുടെ സന്ദേശം നേരിട്ട് കൈമാറിയ മൊമേനി പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പുതിയ മധ്യസ്ഥയ്ക്കായുള്ള ചട്ടക്കൂടിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഇറാന്റെ നേതൃത്വത്തിന്റെ സന്ദേശവുമായി പാക് സൈനിക മേധാവി അസീം മുനീർ ഉടൻ തന്നെ സൗദി അറേബ്യയും അമേരിക്കയും സന്ദർശിക്കുമെന്നാണ് സൂചന. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട മാസങ്ങൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ മേഖല ഒന്നാകെ അനിശ്ചിതത്വത്തിലായതിനു പിന്നാലെയാണ് ഇറാൻ ഈ പുതിയ നയതന്ത്ര വഴി തേടിയത്. ഇസ്ലാമാബാദ് ധാരണാപത്രത്തിലെ പാകിസ്ഥാന്റെ പങ്കിനെ ഇറാൻ ഉദ്യോഗസ്ഥർ പ്രശംസിക്കുകയും ഇസ്ലാമാബാദിനെ മേഖലയിലെ സമാധാനത്തിന്റെ നങ്കൂരം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഒരു സത്യസന്ധനായ മധ്യസ്ഥനായി പ്രവർത്തിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് പാകിസ്ഥാനും വ്യക്തമാക്കിയിട്ടുണ്ട്. ഉഭയകക്ഷി സുരക്ഷാ സഹകരണവും അതിർത്തി സംരക്ഷണവും ചർച്ചയായെങ്കിലും അമേരിക്കയുമായുള്ള മധ്യസ്ഥതയ്ക്കാണ് ഇരുപക്ഷവും മുൻഗണന നൽകിയത്. അയൽരാജ്യങ്ങൾക്കിടയിൽ സമാധാന ദൂതനായി അവതരിച്ച് അന്താരാഷ്ട്ര തലത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ അസീം മുനീറും പാക് ഭരണകൂടവും ശ്രമിക്കുമ്പോഴും സ്വന്തം രാജ്യത്തിനകത്ത് കാര്യങ്ങൾ പന്തിയല്ല. രാജ്യങ്ങൾ നാൾ വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ആക്രമണങ്ങളും തകർന്നടിയുന്ന സാമ്പത്തിക രംഗവും പാകിസ്ഥാനെ വലിയ പ്രതിസന്ധിയിൽ ആക്കുന്നുമുണ്ട്. സ്വന്തം വീട്ടിൽ തീ അണയ്ക്കാൻ കഴിയാത്തവർ പശ്ചിമേഷ്യൻ സമാധാനത്തിന് മധ്യസ്ഥ വഹിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിനെ കൗതുകത്തോടുകൂടിയാണ് ലോകരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങളിൽ ട്രംപുമായി അസീം മുനീർ നടത്തുന്ന ചർച്ചകൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ നിർണായകമായേക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.